കനത്ത ചൂടിന് പ്രതിവിധിയായിട്ട് നമ്മുടെ വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പുതിയൊരു ടെക്നോളജി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. पॉकेट में प्याज ले जाओ, कुछ नहीं होने वाला तुमको। और ना मेरी गाड़ी में एयर कंडीशन चलती, ना एसी के वातावरण में मैं बैठता हूँ। और जब लोग मुझसे पूछते हैं कि मई जून के माह में भी 51 डिग्री की गर्मी में, मैं कहता हूँ कि ये चंबल की चमड़ी है। और दूसरी बात बताऊं, मैं थोड़ा जवान दिखता हूं पर मेरी आत्मा बड़ी बूढ़ी है। पॉकेट में प्याज ले जाओ, कुछ नहीं होने वाला। അദ്ദേഹം AC ഉപയോഗിക്കാറില്ല എന്നും കാറിൽ വരെ അദ്ദേഹം AC ഉപയോഗിക്കാറില്ല. അദ്ദേഹം പോക്കറ്റിൽ എപ്പോഴും ഒരു ഉള്ളി സൂക്ഷിച്ചു കൊണ്ട് നടക്കാറുണ്ടെന്നാണ് മൂപ്പര് പറയുന്നത്. ഏത് ചൂടിൽ നിന്നും നമുക്ക് കൂളാവാൻ ഈ ഉള്ളി കയ്യിൽ വെച്ചാൽ മതി എന്ന് മൂപ്പര് ഈ വീഡിയോയിലൂടെ പറയുന്നത്. എന്തായാലും ഇത്രയേറെ വിജ്ഞാനമുള്ള ഒരു സാങ്കേതിക വിദ്യ നമുക്ക് പറഞ്ഞു തരാൻ BJPന്റെ ഇത്തരം ആളുകളല്ലാതെ മറ്റാരുണ്ട് നമ്മുടെ നാട്ടില്? കൊറോണ വന്ന് പ്ലേറ്റ് അടിച്ചാണ്ട് കൊറോണനെ ഓടിച്ച്, അതേപോലെ പുതിയൊരു വാദമായിട്ടാണ് ഇദ്ദേഹം വന്നിട്ടുള്ളത്. സംഘികളെല്ലാവരും ഇനി ഉള്ളി വാങ്ങുന്ന തിരക്കിലാവും. അതുകൊണ്ട് തന്നെ ഉള്ളിക്ക് വില കൂടാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും അത്യാവശ്യം പാചകം ചെയ്യാനുള്ള ഉള്ളിയൊക്കെ വീട്ടിൽ കരുതി വെക്കുന്നത് നല്ലതാവും. എന്നാലും ഇപ്പോൾ അതല്ല ഞാൻ ആലോചിക്കണേ, ഇത്രയും വിവരമുള്ള ആൾക്കാരെ BJPക്ക് മാത്രം എവിടെ നിന്ന് കിട്ടുന്നു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതോ ഇനി BJPയിൽ അംഗത്തെ എടുത്തതിന് ശേഷം ഇങ്ങനെ ആക്കി എടുക്കുന്നതാണോ? അന്യ സംസ്ഥാനത്തു നിന്ന് ലോറിയിൽ ഉള്ളിയായിട്ട് വരുന്ന വണ്ടിക്കാരെ ഡ്രൈവർമാരൊക്കെ അവസ്ഥയും ഞാൻ ആലോചിക്കുന്നത്. തണുത്ത് വിറച്ചിരിക്കാവും വണ്ടിയിൽ. അതുപോലെ പച്ചക്കറി കടയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു അവസ്ഥയായി. അപ്പോഴേ ഇനി തൊട്ട് ഈ ഉള്ളി ആയിട്ട് ബന്ധപ്പെട്ട ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ജാക്കറ്റ് ഇട്ടിട്ട് ജോലിക്ക് പോകാൻ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും ചൂടത്ത് ഇത്രയും തണുപ്പിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാന പ്രശ്നങ്ങളൊക്കെ കാരണം അസുഖം വരാൻ പാടില്ലല്ലോ. പിന്നെ അല്ല, ഇത് വെച്ചിട്ട് ഇനി ആരും സംഘികളെ ട്രോളാനും കളിയാക്കാനൊന്നും പോകണ്ടോ. ഒരു സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പറ്റാത്ത ആളുകളൊക്കെ പാകിസ്ഥാൻക്കോ എങ്ങോട്ട് വെച്ചാൽ പോവുക, വേറെ മറുപടി ഒന്നും ഇല്ല ഇനി. അത്രേ ഉള്ളൂ.